കഞ്ചിക്കോട് ട്രെയിൻ ഇടിച്ച് ആന ചെരിഞ്ഞ സംഭവത്തിൽ റെയിൽവേക്കെതിരെ വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വേഗത നിയന്ത്രിക്കുന്നതിൽ റെയിൽവേക്ക് ശുഷ്കാന്തിയുണ്ടായില്ല. വേഗനിയന്ത്രണമുള്ള സ്ഥലത്ത് അമിത വേഗതയിലാണ് ട്രെയിൻ ഓടിയിരുന്നതെന്ന് കണ്ടെത്തി. ലോക്കോ പൈലറ്റിനെതിരെ കേസെടുക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പാലക്കാട് കോയമ്പത്തൂർ പാതയിൽ കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപം ട്രെയിനിടിച്ച് ആന ചെരിഞ്ഞ സംഭവത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. വേഗത നിയന്ത്രിക്കുന്നതിൽ റെയിൽവേക്ക് പിഴവ് സംഭവിച്ചുവെന്നും വേഗ നിയന്ത്രണമുള്ള സ്ഥലത്ത് അമിത വേഗതയിലാണ് ട്രെയിൻ ഓടിയതെന്ന വ്യക്തമായ സാഹചര്യത്തിൽ ലോക്കോ പൈലറ്റിനെതിരെ കേസെടുക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് ആ മേഖലയിൽ നിഷ്കർഷിച്ച വേഗതാ നിയന്ത്രണം പാലിച്ചിരുന്നില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അപകടം ഒഴിവാക്കാൻ കഴിയാതെ പോയത് ഈ നിബന്ധന പാലിക്കാത്തത് മൂലമാണ് എന്നൊരു നിഗമനത്തിൽ വനംവകുപ്പ് എത്തിച്ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്കോ പൈലറ്റിനെതിരെ വന്യജീവി കൊലപാതകവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഉപയോഗിച്ച് കേസുകൾ ചുമത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ നടപടികൾ ത്വരിതഗതിയിൽ തന്നെ പോകുന്നുണ്ട്. സംഭവത്തിൽ പാലക്കാട് ഡിവിഷൻ മാനേജറുമായി ചർച്ച നടത്തും. വനം വകുപ്പും റെയിൽവേയും പരസ്പരം സഹകരിച്ചുകൊണ്ട് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വാളയാറിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ക്രമീകരണങ്ങൾ പോലെ ഏർലി അലാം സിസ്റ്റം ഉൾപ്പെടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് എങ്ങനെ എന്ന കാര്യം വനം വകുപ്പ് മാത്രമായി തീരുമാനിച്ച് നടപ്പിലാക്കുന്നതിന് പകരം റെയിൽവേ അധികൃതരുമായി കൂടി ചർച്ച ചെയ്ത് പ്രായോഗികമായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജറുമായി സംസാരിക്കാൻ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേയും വനംവകുപ്പും സംയുക്തമായി ചേർന്നുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നതാണ് പരിഹാര മാർഗമായി കണ്ടിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള ചർച്ചകൾ ഇന്നും നാളെയുമായി നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് അപകടം ഉണ്ടായത്. തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനാണ് ആനയെ ഇടിച്ചത്. ഒരു മാസത്തിനിടെ രണ്ടാമത്തെ കാട്ടാനയാണ് ട്രെയിൻ ഇടിച്ച് ചെരിയുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.